ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക് നീളുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ MS സൊല്യൂഷനുമായി സഹകരിക്കുന്നുണ്ടെന്ന കണ്ടെത്തൽ. കുന്നമംഗലം AEOയുടെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, കൂടുതൽ അധ്യാപകരിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അന്വേഷണം ഇപ്പോൾ പ്രധാന അധ്യാപകരിലേക്കും എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് അധ്യാപകരിലേക്കും എല്ലാം ഇപ്പോൾ പ്രധാനമായും ഈ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴും MS സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം MS സൊല്യൂഷൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ AEO കുന്നമംഗലം AEO അടക്കം മുൻപും MS സൊല്യൂഷനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി മുൻപും ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ ചോർന്നിരുന്ന ഒരു വിഷയം AEO അടക്കമുള്ള ആളുകൾ ഒരു പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ AEO മൊഴിയായിരിക്കും ഇന്ന് രേഖപ്പെടുത്തുക. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ മൊഴി എടുത്തിരുന്നു. ഈ അധ്യാപകർ മുൻപും MS സൊല്യൂഷനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതി നൽകിയ അടിസ്ഥാനത്തിലാണ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കാൻ സഹായിക്കുന്ന അധ്യാപകരുടെ മൊഴിയെടുക്കും. ഈ എയ്ഡഡ് സ്കൂളിലെ യൂട്യൂബ് ചാനലുകളിൽ ഈ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ മൊഴി ഇന്ന് എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കുന്നമംഗലം കൊടുവള്ളി സ്കൂളിലെ അധ്യാപകരെയും അതുകൂടാതെ തന്നെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഇപ്പോൾ അധ്യാപനം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആളുകളുടെയും ഈ ഇത്തരത്തിൽ യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ട് ഈ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെയും അടക്കമുള്ള മൊഴിയായിരിക്കും ഇന്ന് രേഖപ്പെടുത്തുക. ഇന്നലെയും ഈ സമാനമായ രീതിയിൽ MS സൊല്യൂഷൻ 8 മണിക്ക് തന്നെ വീണ്ടും യൂട്യൂബിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ പ്രഡിക്ഷനാണ് ഏറ്റവും കൂടുതൽ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന അതേ ചോദ്യം തന്നെയാണ് ഈ ചോദ്യപേപ്പറുകളിലും അച്ചടിച്ച് വരുന്നത് എന്നുള്ളതാണ് KSUവിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതുകൂടാതെ തന്നെ ഈ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് സർക്കാർ അടക്കം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനെതിരെ കൃത്യമായൊരു നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് KSUവിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇതിന് പുകമറ സൃഷ്ടിക്കുന്നു എന്നാണ് KSU ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും അതുപോലെ തന്നെ അധ്യാപകരെ അടക്കം ചോദ്യം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലും ഈ കേസ് അട്ടിമറിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് KSU ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര അധ്യാപകരെ ചോദ്യം ചെയ്താലോ അല്ലെങ്കിൽ ഇതിനെതിരെ ഏതൊക്കെ രീതിയിൽ നടപടിയെടുത്താലോ കൃത്യമായ രീതിയിൽ ഇത് എങ്ങും എത്തില്ല എന്നാണ് KSU പറയുന്നത്. ഇതിനെതിരെ ഷുഹൈബിനെ കൃത്യമായ രീതിയിൽ ഒരു മൊഴിയെടുത്ത് അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ് KSU പറയുന്നത്. ഷുഹൈബിനെതിരെ നേരത്തെയും KSU ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ഷുഹൈബ് ഈ ലൈംഗിക ചുവയോടുകൂടി വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു, അശ്ലീല ചുവയോടുകൂടി വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നു. ഈ ഷുഹൈബിനെതിരെ പോക്സോ കേസ് അടക്കം ചുമത്തി കേസെടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് KSU ജില്ലാ പ്രസിഡന്റ് സൂരജ് അടക്കം പറയുന്ന ഒരു കാര്യം. ആതിര, അഭിന, കഴിഞ്ഞ ദിവസവും MS സൊല്യൂഷൻ ഇത്തരത്തിൽ വീഡിയോ ലൈവിൽ എത്തിയിരുന്നു. CEO ഈ MS സൊല്യൂഷന്റെ ഭാഗത്തു നിന്നും ഈ സംഭവത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസമാണ് കെമിസ്ട്രി ചോദ്യപേപ്പർ ചോർന്നത്. ഇതിന് മുൻപായിട്ട് 8 മണിക്ക് തന്നെ ഈ MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് ലൈവിൽ വന്ന് ഇവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആരോപണം തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. തങ്ങൾ നിരപരാധികളാണ്, തങ്ങൾക്കെതിരെ വരുന്ന വാർത്തകളൊന്നും വിശ്വസിക്കരുത്, ഈ വിദ്യാർത്ഥികളെ ഒരിക്കലും താൻ ചതിക്കില്ല, തന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും താൻ ഒരിക്കലും ചതിക്കില്ല, ഇവർക്ക് വേണ്ട ഈ 10ാം ക്ലാസ്സിൽ നിന്ന് പാസ്സാവാൻ തന്നെ കൊണ്ട് ഈ ഒരു ഷുഹൈബിനെ സംബന്ധിച്ചിടത്തോളം ഷുഹൈബ് കുസാറ്റിൽ നിന്നും പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു ഷുഹൈബിനെ സംബന്ധിച്ചിടത്തോളം ഷുഹൈബ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കടം കൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു പകപോക്കലിനും കൂടി വേണ്ടിയിട്ടാണ് ഷുഹൈബ് ഇത്തരത്തിൽ വീണ്ടും താൻ മറ്റു വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയാണ് ഷുഹൈബിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളൊരു കാര്യം ഷുഹൈബ് മുൻപ് ഒരു വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷുഹൈബ് ഇത് കൃത്യമായ രീതിയിൽ താൻ വിചാരിക്കുന്നത് തനിക്ക് ഈ ഒരു വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് വിജയിപ്പിച്ചെടുക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോ നിരന്തരമായി താൻ ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഷുഹൈബ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുകയും ചെയ്തു താൻ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഒരിക്കൽ പോലും താൻ വഞ്ചിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഷുഹൈബ് പറയുന്നത്. അതുകൂടെ തന്നെ മാധ്യമ വാർത്തകളെ പോലും ഒരിക്കൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത്, മാധ്യമ വാർത്തകളിൽ വരുന്നതെല്ലാം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പോലും തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ഷുഹൈബ് അന്നും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആരോപണം എല്ലാം തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കെതിരെ വലിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ KSU വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളടക്കം ഇപ്പോൾ പറഞ്ഞ് രംഗത്തെത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ശരി അഭിന.